Watch full episodes on Jio Hotstar. കണ്ടോ, ഞാൻ നിന്റെ കയ്യിൽ നിന്ന് ബോൾ തട്ടിപ്പറിച്ചില്ലേ? അല്ല അല്ല, ഇത് എന്താ പറ്റി? ഷാർക്ക് ഫിഷാണ്. ഇതെങ്ങനെ ഇവിടെ വന്നത്? രുദ്ര എവിടെയാണ്? അവനെ വിളിക്ക്. രുദ്രയോട് ഇപ്പോ ഈ നിമിഷം തന്നെ ഇങ്ങോട്ട് വരാൻ പറ. രുദ്ര എവിടെയാ നീ? വേഗം വാ. ഹലോ മാഡം കാണുങ്കോ. ഹലോ, ഞാൻ എന്നെ പരിചയപ്പെടുത്താം നിങ്ങളോട്. ഐ ആം ഷീലാഡ്. അതെനിക്കറിയാം. പക്ഷെ നീ ഇപ്പൊ ഇവിടെ എന്താ ചെയ്യുന്നേ? ആക്ച്വലി മാഡം, സമുദ്രത്തിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. അതെല്ലാം എന്റേതാണ്. ഞാൻ എന്റെ ഡോക്യുമെന്റേഷൻ കംപ്ലീറ്റ് ചെയ്യുകയായിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് സ്കൂളിന്റെ ചില പേപ്പേഴ്സുകൾ എന്റെ കയ്യിൽ ഇല്ലെന്ന്. അതിൽ ഇങ്ങനെയാണ് എഴുതിയിരുന്നത്, ഈ സ്കൂൾ എന്റേതാണെന്ന്. പെട്ടെന്ന് തന്നെ ഈ പേപ്പേഴ്സിൽ സൈൻ ചെയ്തേക്ക്. ഇതിൽ എഴുതിയിരിക്കുന്നത് ഈ സ്കൂൾ മുഴുവൻ സീലോഡിന്റേതാണെന്നാണ്. അതിനുശേഷം നിങ്ങൾ ഈ സ്കൂൾ എങ്ങനെയാണോ നടത്തിക്കൊണ്ടുവന്നത് അതുപോലെ തന്നെ നടത്തിക്കോളൂ. ഞാൻ ഈ ഒപ്പിട്ട പേപ്പറും കൊണ്ട് പോയിക്കോളാം. ഒരിക്കലുമില്ല. ഈ സ്കൂൾ നിന്റേതൊന്നുമല്ല. നിനക്കത് സ്വന്തമാക്കാൻ പറ്റില്ല. ഞാൻ ഒരു പേപ്പറിലും സൈൻ ചെയ്ത് തരില്ല. നീ അപ്പൊ ഒപ്പിട്ട് തരില്ല അല്ലേ? ഓക്കെ, ഒരു പ്രാവശ്യം പുറത്തേക്കൊന്ന് നോക്ക്. എന്താ സംഭവിക്കുന്നെന്ന് നോക്ക്. ഇതൊക്കെ എങ്ങനെയാ സംഭവിച്ചേ? അതാണ് സീലോഡിന്റെ പവർ. മാഡം കാണുങ്കോ, നിങ്ങൾ ഈ പേപ്പറിൽ സൈൻ ചെയ്യാത്തെടുത്തോളം കാലം അതുവരെ ഞാൻ ഈ സ്കൂളിലെ എല്ലാം തട്ടിത്തെറിപ്പിക്കും. പിന്നീട് എന്തു സംഭവിച്ചാലും അതിനെല്ലാം റെസ്പോൺസ് നിങ്ങളാണ്. നീ അങ്ങനെയൊക്കെ ചെയ്യാൻ രുദ്ര നിന്നെ അനുവദിക്കില്ല. നീ ഇപ്പൊ കണ്ടില്ലേ നിന്റെ സിപ്പാഹികളെ അവൻ എങ്ങനെ എഴുതിട്ട് പെരുമാറുന്നെന്ന് കണ്ടില്ലേ? നിന്റെ രുദ്രയ്ക്ക് പോലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചെല്ല്, ആദ്യം നിങ്ങളുടെ ഈ തെറ്റിദ്ധാരണ ഞാൻ മാറ്റിമറിച്ചേക്കാം. നിങ്ങൾ ആദ്യം ഈ പേപ്പറിൽ സൈൻ ചെയ്യ്, അപ്പോഴേക്കും ഞാൻ വന്നേക്കാം. അത് സീലോഡിന്റെ സിപായികളാണ്. ഇന്ന് രുദ്രയെ അവരെ ഈ എടുത്ത് ചമ്മന്തിയാക്കി കളയും. നീ നോക്കിക്കോ. അത് ശരിക്കും നല്ല രസമായിരിക്കും. ഷാക്കാൽ, നിനക്കത് വേറെ രീതിയിൽ ചെയ്യാൻ പറ്റില്ലേ? രുദ്രയെ പോലുള്ള ആ പവർ ജനിക്കും ചോടിയും കിട്ടിയാൽ ഇവർ അവരുമായി ഏറ്റുമുട്ടിയിട്ട് ആ പ്രശസ്തി മുഴുവൻ ഇവർക്ക് കിട്ടില്ലേ? ഓ, ഡോണ്ട് വറി. രുദ്രയുടെ പവർ പോലെ എന്ന് എന്തിനാ പറയുന്നേ? രുദ്രയുടെ പവർ തന്നെ ഇന്നിങ് എടുക്കാൻ പോവല്ലേ. മടുക്കം മടുക്കം കടുക്കം. രുദ്രയുടെ പവർ ജനിക്കും ജോഡിക്ക് കിട്ടട്ടെ. ഷാക്കാൽ, നീ ജെനി ജോഡിയുടെ കാര്യത്തിൽ എന്ത് മാജിക്കാ ചെയ്തത്? ഇത് രുദ്രയെ മൊത്തത്തിൽ അപമാനിക്കാനുള്ള പരിപാടിയല്ലേ. ജെനി ജോഡി പോകൂ.
എന്നിട്ട് അവിടെ ചെന്ന് രുദ്രയുടെ തൊട്ടു പുറകിൽ നിൽക്ക്. ഒരാള് രുദ്രയുടെ റൈറ്റ് സൈഡിലും രണ്ടാമത്തെ ആള് ലെഫ്റ്റ് സൈഡിലും. പക്ഷേ കുറച്ച് പുറകിലായിരിക്കണം. പക്ഷേ അമ്മാവ അതുകൊണ്ട് എന്ത് സംഭവിക്കാം? അതേ രുദ്ര ഇനി ഏതെങ്കിലും ഒരു മാജിക് ചെയ്ത് സീ ലോഡ്സിനോട് ഫൈറ്റ് ചെയ്താൽ മാജിക് അവന്റെ കൈകളിൽ കൂടി വർക്ക് ആവില്ല. അവന്റെ മാജിക് അവന്റെ ബാക്ക് സൈഡിൽ കൂടി ഇറങ്ങി നിങ്ങളുടെ രണ്ടുപേരുടെയും കൈകളിലേക്ക് എത്തും. പിന്നെ ആ പവർ നിങ്ങളുടെ കൈകളിൽ നിന്ന് ഇറങ്ങി സീ ലോഡിന്റെയും പിന്നെ അവന്റെ ശിങ്കിടികളുടെയും ദേഹത്ത് വന്ന് വീഴും. അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് പേരും പ്രശസ്തിയും സ്കൂളിൽ നിന്ന് കിട്ടും. നിങ്ങളാണ് സീ ലോഡിനെ തോൽപ്പിച്ചെന്ന് എല്ലാവരും പറയും. പിന്നെ രുദ്രയ്ക്ക് ഒന്നും ചെയ്യാൻ കഴിയാതാകും. പാവം ചെക്കൻ. ചെല്ലെന്റെ കുട്ടികളെ, പ്രശസ്തി നേടിയെടുക്ക്. വിജയ് ഭവ. നീ എന്റെ റൂട്ട് ക്രോസ് ചെയ്യരുത്. ഞാൻ ഇവിടെ ഒരു പേപ്പറിൽ സൈൻ വാങ്ങാൻ വേണ്ടി വന്നതാ. അതിൽ എഴുതിയിട്ടുണ്ട് ഈ സ്കൂൾ എന്റേതാണെന്ന് എഴുതിയിട്ടുണ്ട്. ഞാൻ അതും കൊണ്ടങ്ങ് പോകും. ആരെങ്കിലും ആ റൂട്ട് ക്രോസ് ചെയ്താൽ അവരെ ഞാൻ വെറുതെ വിടില്ല. അതൊരിക്കലും നടക്കില്ല. രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. അറിയാം, നിന്റെ ഉള്ളിൽ ഒരുപാട് പവർ ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇപ്രാവശ്യം നീ എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. നിന്റെ പവർ കൊണ്ട് നിനക്കൊരു പ്രയോജനവും ഉണ്ടാവില്ല. ഞാൻ എന്തിനും തയ്യാറായി തന്നെയാ വന്നിരിക്കുന്നത്. എന്നാ പിന്നെ അത് നമുക്ക് നോക്കാം. രുദ്ര, നീ വിഷമിക്കണ്ട, ഞങ്ങളിത് എത്തിക്കഴിഞ്ഞു. ചേടാ, ഇവർക്ക് ഇതെന്താണ് പറ്റിയത്? എന്താ ഈ സംഭവിച്ചത്? എന്തോ ഒന്ന് പാളിപ്പോയല്ലോ. ഞാൻ വിചാരിച്ചത് ജെന്നി ജോഡിയുടെ ഫൈറ്റ് സോൾജിയറോടൊപ്പം നടക്കുമെന്നാണ്. പക്ഷേ സീ ലോഡ് തന്നെ നേരിട്ട് വന്നല്ലോ. അവൻ ഇത്ര പെട്ടെന്ന് വരുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ആ മരം മണ്ടൻ എന്തിനാ അതിർത്തി വെച്ച് ഇങ്ങോട്ട് പോകുന്നത്? എന്താ എന്തു പറ്റി? എന്ത് പറ്റിന്ന് വെച്ചാൽ എന്ത് പറയാനാ? ഞാൻ സീ ലോഡിന് അത്തരം ഒരു മാജിക്കൽ പവർ കൊടുത്തിരിക്കുകയാണ്. രുദ്ര എന്ത് തന്നെ മാജിക് ചെയ്താലും അത് സീ ലോഡിന്റെ ശരീരത്തിൽ അബ്സോർവ് ആയി തീരും. അത് പിന്നെ സീ ലോഡിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വന്ന് രുദ്രയെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും. ഞാനിപ്പോ എന്താ ചെയ്യുക? അതുകൊണ്ട് അതിൽ പേടിക്കാൻ എന്താ ഉള്ളത്? പിന്നെ മാജിക് റീബൗണ്ട് ആയിട്ട് അത് പിന്നെ അവരുടെ എല്ലാവരുടെയും ദേഹത്തേക്ക് ആകും. മാജിക് ചെയ്യുന്ന എല്ലാവരെയും അത് തിരിച്ച് അറ്റാക്ക് ചെയ്യും. ഈ പ്രാവശ്യം രുദ്രയോടൊപ്പം നിൽക്കുന്നത് നമ്മുടെ ജെന്നി ജോഡിയാണ്. അവരും ആ മാജിക്കിൽ പങ്കെടുത്തിട്ടുണ്ടല്ലോ. അവരെ പെട്ടെന്ന് ഫോൺ ചെയ്ത് തടഞ്ഞു നിർത്ത് പെട്ടെന്നാവട്ടെ. അയ്യോ, ഞാനിനി എന്താ ചെയ്യുക? എന്റെ മാജിക്കിന് എന്താ പറ്റിയത്? സിബായിസ്ക സക്കും പുഷ്ടും. വീണ്ടും മാജിക് ചെയ്തോണ്ടിരിക്കേ. ഇനിയും നല്ലോണം മാജിക് ചെയ്. ഞാൻ ഇതൊന്നും കണ്ട് പേടിക്കില്ല. ഞാൻ എന്തിനും തയ്യാറായി തന്നെയാ വന്നിരിക്കുന്നത്. അയ്യോ, ഞാൻ എത്ര നേരം ഫോൺ ചെയ്തിട്ടും അവരെന്റെ ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല. അവരെ എങ്ങനെയാ ഒന്ന് വിളിക്കുന്നത്? ഇനി എന്റെ ചാൻസ് to pay you back in the same way. രുദ്ര, എനിക്ക് തോന്നുന്നത് നിന്റെ മാജിക് തന്നെയാണ് നിന്നെ തിരിച്ചടിച്ചതെന്ന്. നിന്റെ മാജിക് ഒരു അല്പം പോലും അവന്റെ മേലിൽ വർക്ക്ഔട്ട് ആകുന്നില്ല. വേഗം വാ, നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാം.
മാഡം കാനൂങ്കോ, നിങ്ങളുടെ രുദ്ര ഓടിപ്പോയി. ഇനി ആർക്കും എന്നെ തടുത്തു നിർത്താനാവില്ല. മമ്മി, ഇതെന്താ പറ്റിയത്? ഞങ്ങളെ രക്ഷിക്കണേ. ഞാൻ മാജിക്, ഞാൻ മായാജാലം. ഷാക്കാൽ, നീ കാരണം ഇപ്പൊ ജെനി ജോഡിയുടെ കാര്യം അപകടത്തിലായിരിക്കാം. അതെ, ഇതിനകത്ത് എന്റെ തെറ്റെന്താണ്? ഞാൻ വിചാരിച്ചത് ഇവര് ഷാർക്ക് സോൾജറിനോടൊപ്പം ഫൈറ്റ് ചെയ്യുമെന്നാണ്, എന്നിട്ട് അവർ ഓടിപ്പിക്കുമെന്നാണ്. പക്ഷെ സീലോഡ് ആ സമയത്ത് മാഡം കാരുൻഗോന്റെ ഓഫീസിലായിരുന്നു. അവൻ പെട്ടെന്ന് പുറത്തു വന്നതിന് ഞാനിപ്പൊ എന്ത് ചെയ്യാനാണ്? ഷാഗാൾ, മാജിക്കൽ സ്കൂളിനെ ആക്രമിക്കേണ്ട സമയമായി കഴിഞ്ഞു. എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. നീ എനിക്ക് അതുപോലൊരു മാജിക്കൽ പവർ തന്നേക്ക്. എങ്കിൽ എനിക്ക് രുദ്രയോടൊപ്പം ഒന്നും പേടിക്കാതെ ഫൈറ്റ് ചെയ്യാൻ പറ്റും. അതിനെന്താ? ഇതാ പിടിച്ചോ. നീ ചെയ്ത തെറ്റ് കാരണം ഇപ്പൊ എന്റെ കുട്ടികളെ ശിക്ഷ അനുഭവിക്കുന്നത്. എത്രയും പെട്ടെന്ന് എന്റെ കുട്ടികളെ ശരിയാക്ക്. എനിക്കിത് മനസ്സിലാവുന്നില്ലായിരുന്നു. എന്റെ കയ്യിലുള്ള മാജിക് എന്തുകൊണ്ടാ വർക്കാവാത്തെന്ന്. അയ്യോ, ആ മന്ത്രം എവിടെ പോയി? എവിടെ പോയി? എന്താ ഇത്? അതെ, ഒന്ന് നിർത്ത്. ഞാനിപ്പോ ശരിയാക്കി തരാം. നിങ്ങൾ എന്താ ഈ ചെയ്യുന്നേ? തെറ്റ് സംഭവിച്ചു. അറിയാതെ പറ്റിപ്പോയതാ അമ്മാവ. ഞങ്ങളോട് ക്ഷമിക്കാം, ഞങ്ങളോട് ക്ഷമിക്കാം, അമ്മാവ. അമ്മാവ. ഇനിയിപ്പോ എങ്ങനെ നിർത്താൻ ഞങ്ങൾക്കറിയില്ല. Ibaiska Bulldar Lefto. അതെ, നിർത്ത് നിർത്ത്. അയ്യോ, എന്താ ചെയ്ത? അയ്യോ, ദയവേത് നിർത്ത്. അയ്യോ, അയ്യോ. ഞാൻ എങ്ങനെ ഇത് ശരിയാക്കി തരാൻ? താഴെ നിർത്ത്. ഇതെങ്ങനെയാ തടഞ്ഞു നിർത്താൻ ഞങ്ങൾക്കറിയില്ല. അമ്മാവ, ഞങ്ങളിപ്പോ എന്താ ചെയ്യണ്ടേ? ഞങ്ങൾക്കിത് നിർത്താൻ പറ്റുന്നില്ല. ദയവേത് ഇതൊന്ന് നിർത്ത്. അല്ല, ഞങ്ങളെല്ലാം തപ്പ് ചെയ്യുന്നേ. ഇത് തന്നെ സംഭവിക്കുന്നതാ. ഞാനിപ്പോ ഒരു വഴിയായിരിക്കുക. കിട്ടിപ്പോയി, കിട്ടിപ്പോയി, മന്ത്രം കിട്ടിപ്പോയി. ഊക്കം ലക്കം പഴക്കം പഴക്കം. രുദ്രയുടെ പവർ ജെന്നി ജോഡിയുടെ ശരീരത്തിൽ നിന്ന് മാറട്ടെ. നിങ്ങൾക്ക് രണ്ടുപേർക്കും കുഴപ്പമൊന്നുമില്ലല്ലോ. പക്ഷെ ഞാൻ തന്തൂരിയായി പോയി. Ibaiska Rock Breako. ഷടാ, ഇപ്പൊ എന്റെ മാജിക് വർക്കാവുന്നുണ്ട്. ഇനി ഞാൻ പോയിട്ട് സീലോടുമായിട്ട് ഏറ്റുമുട്ടണം. ഇപ്പൊ രുദ്ര കാണാതെ പോയിരിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് ആർക്കും എന്നെ ഒന്നും ചെയ്യാനാവില്ല. പറ്റുമെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്, അല്ലെങ്കിൽ മര്യാദക്ക് എന്റെ പേപ്പറിൽ സൈൻ ചെയ്ത് തന്നേക്ക്. ഞങ്ങൾ അങ്ങനെ തോറ്റു പിൻവാങ്ങുന്ന കൂട്ടത്തിലല്ല. കൂട്ടരെ, അറ്റാക്ക്! വീണ്ടും വീണ്ടും മാജിക് ചെയ്. ഇനിയും ഒരുപാട് മാജിക് ചെയ്. എന്താ തീർന്നോ? ഇനി എന്റെ സമയമാണ്. നിങ്ങൾ എന്തൊക്കെ ചെയ്താലും എനിക്ക് ഇനി ഒന്നും സംഭവിക്കില്ല. നിങ്ങൾ ഇനി എന്തെല്ലാം മാജിക് ചെയ്താലും അതെല്ലാം എന്റെ ബോഡിയിൽ അബ്സർവ് ചെയ്ത് വെച്ചിരിക്കും. ഓക്കെ, പിന്നീട് അത് തിരിച്ച് നിങ്ങളെ തന്നെ ആക്രമിക്കുന്നതാണ്. ഇതിൽ സൈൻ ചെയ്, അല്ലെങ്കിൽ ഉണ്ടല്ലോ ഞാൻ എന്റെ ഷാർക്ക് സോൾജേഴ്സിനെ വിളിക്കും. വേണ്ട, നിർത്ത്. ഞാൻ സൈൻ ചെയ്ത് തന്നേക്കാം. ഇനി നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ഈ സ്കൂൾ നടത്താവുന്നതാണ്. നിങ്ങളോട് ഓടിപ്പോവാൻ ഞാൻ ഒരിക്കലും പറയില്ല. കിട്ടിപ്പോയി. ഞങ്ങളോട് നീ അങ്ങനെ പോകാൻ പറഞ്ഞില്ലെങ്കില് നീ ആ പേപ്പറിൽ എന്തിനാ സൈൻ മേടിച്ചത്? വാ രുദ്ര, നീ കറക്റ്റ് സമയത്താണ് വന്നിരിക്കുന്നത്. എന്റെ കൈവശം ലീഗൽ അതോറിറ്റി ഇല്ലാത്തത് വരെ, അതുവരെ ഈ സീ വാട്ടറിനെ ഏതൊരു സ്ഥലത്തെയും അറ്റാച്ച് ചെയ്യാൻ ഓർഡർ കൊടുക്കാൻ പറ്റില്ലായിരുന്നു.
ഇപ്പൊ ഞാൻ ഈ സീ വാട്ടറിന് ഓർഡർ കൊടുക്കാൻ പോവുകയാണ്. ഈ സ്കൂൾ എന്റേതാണ്. ഇനി ഈ സ്കൂൾ മൊത്തം വെള്ളത്തിനകത്ത് മുങ്ങിപ്പോകും. പിന്നെ അണ്ടർ വാട്ടർ സ്കൂൾ എന്റേത് മാത്രമായി മാറും. എന്റേതു മാത്രം. പക്ഷെ അത് കാരണം നിനക്കെന്ത് ലാഭമാ കിട്ടുന്നേ? എനിക്ക് 2 കാര്യത്തിൽ ലാഭമുണ്ട്. ഒന്ന്, നിന്നോട് ഫൈറ്റ് ചെയ്യാൻ പറ്റിയത്. നേരത്തെ തന്നെ നീ എന്നെ ഒരുപാട് ശല്യപ്പെടുത്തിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ബിൽഡിംഗ് എനിക്ക് വളരെ വളരെ ഇഷ്ടമാണ്. ഞാൻ എന്റെ ഓഫീസ് ഇവിടേക്ക് മാറ്റാൻ പോവാ. നാളെ നേരം വെളുക്കും മുമ്പ് ഈ ടോട്ടൽ സ്കൂളും വെള്ളത്തിനടിയിലായിരിക്കും. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം അത് നടക്കില്ല. രുദ്രാന്റെ പ്രായത്തിനെയും രുദ്രാന്റെ മാജിക്കൽ പവേഴ്സിനെയും ഒരിക്കലും സംശയിക്കരുത്. ഇല്ല, സംശയിക്കില്ല. കാരണം ഞാനിപ്പോൾ ഫൈറ്റ് ചെയ്യാനുള്ള മൂഡിലല്ല. ആദ്യം ഞാൻ ഈ ലെറ്റർ സീ വാട്ടറിന് കൊണ്ടുപോയി കൊടുക്കണം. എന്നിട്ട് വേണം ഞാൻ കമാൻഡ് ചെയ്യാൻ. സ്കൂളിനെ അതിന്റെ കസ്റ്റഡിയിൽ കൊണ്ടുവരാൻ പറയണം. ഹേയ് സീ വാട്ടർ, ഇതാ എന്റെ കയ്യിൽ ഒരു പേപ്പർ ഉണ്ട്. അതിൽ എഴുതിയിട്ടുണ്ട്, ഞാനാണ് ഈ സ്കൂളിന്റെ ഉടമസ്ഥൻ. ചെല്ല്, വേഗം ചെന്ന് ഈ സ്കൂളിനെ മൊത്തത്തിൽ വെള്ളത്തിൽ മുക്കിയേക്ക്. ഐ വാണ്ട് ജഡ്ജ് അണ്ടർ വാട്ടർ. രുദ്ര, നീ എന്ത് വേണമെങ്കിലും ചെയ്തോ. നിനക്ക് ഈ സ്കൂളിനെ രക്ഷിക്കാനാവില്ല. രുദ്ര, നീ എത്ര വേണമെങ്കിലും മാജിക് ചെയ്തോളൂ. എന്നാൽ നീ ഒരു കാര്യം മനസ്സിലാക്കൂ, നീ എത്ര ഫൈറ്റ് ചെയ്താലും ജയിക്കാൻ പോകുന്നില്ല. സിബായിസ്ക ഫയർ പവർ റിലീസോ. എന്റെ പേപ്പറിൽ തീ പിടിച്ചു. രുദ്ര, നീ ഇന്ന് എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടില്ല. ഒരു മിനിറ്റ്, നീ ഇത് പറ, നിന്റെ അകത്ത് എങ്ങനെയാ പവർ എല്ലാം വന്നത്? അതായത് എന്റെ പവർ എല്ലാം നിന്റെ ബോഡിക്കകത്ത് അബ്സോർബ് ചെയ്തിട്ട് തിരിച്ച് എന്നെ തന്നെ അറ്റാക്ക് ചെയ്യുവാണല്ലോ. നീ തന്നെ കണ്ടുപിടിക്കേ. അതൊന്നും ഞാൻ നിന്നോട് പറയില്ല. ചെല്ല്, നിനക്ക് 5 സെക്കൻഡ് സമയം തരാം. യുവർ ടൈം സ്റ്റാർട്ട് നൗ. 5 സെക്കൻഡ്. ഇപ്പോൾ തന്നെ പാല് പാലായിട്ടും വെള്ളം വെള്ളമായിട്ട് തന്നെ വരും. മൈറ, അന്തർ മന്തർ കാളികൾ എന്തർ ചൂ. ചെല്ലേ, ചെന്ന് ആളെ കൂട്ടിക്കൊണ്ടുവാ. ആരാണോ സീ ലോഡിന് പവർ കൊടുത്തത് അവരെ കൂട്ടിക്കൊണ്ടുവാ. എനിക്ക് തോന്നിയായിരുന്നു ഇതിനെല്ലാത്തിനെ പുറകില് നീ ആയിരിക്കുമെന്ന്. ഇന്ന് ഇവന്മാർക്ക് നിന്നെ ഒന്നും തന്നെ ചെയ്യാൻ കഴിയില്ല. എത്രയും പെട്ടെന്ന് തന്നെ നീ ഇമാരുടെ പണിയൊക്കെ തീർത്തേക്ക്. അയ്യോ, രക്ഷിക്കേ, രക്ഷിക്കേ. അയ്യോ, നിർത്ത്, നിർത്ത്, മതിയാക്ക്, നിർത്ത്. അയ്യോ, എന്റെ സീലോടെ ഒന്ന് നിർത്ത്. അവനെടുത്തു നീ പവേഴ്സ് എല്ലാം തിരിച്ചു മേടിക്ക്, അല്ലെങ്കിൽ ഈ ഫൈറ്റിന് ശേഷം നീ ഇല്ലാതായി പോവും. എടുക്കാം, ഞാൻ തിരിച്ചെടുത്തോളാം. അവൻ എന്റെ മൊത്തം പവർ കവർന്നെടുക്കാൻ പോവാണല്ലോ. പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പോയേക്കാം. ഞാൻ എന്റെ സ്ഥലത്ത് പോകുന്നതാണ് നല്ലത്. വേഗം എന്റെ സ്ഥലത്തെത്തിയേക്കാം. ഷാക്കൽ, നീ എന്തായി കാണിക്കുന്നത്?
അത് ഞാൻ എന്നെ തന്നെ സ്വയം രക്ഷിക്കുകയാണ്. അതെ രുദ്ര, എന്നെ പോകാൻ അനുവദിക്കണം. അവനാണ് നിന്റെ ശത്രു, അവനാണ് നീ കൊല്ലേണ്ടത്. ചെല്ല് ചെല്ല് ചെല്ല്, അവനെ അറ്റാക്ക് ചെയ്യ്. ഇവൻ അന്യം ഇങ്ങനെയാണ് ചെയ്തത്. അവന്റെ കഥ അവസാനിപ്പിക്കേ. എനിക്ക് ഒരുപാട് ജോലിയുള്ളതാ. ഈ സ്കൂളിൽ വെച്ച് ഞാൻ എന്ത് ചെയ്യാനാ? മുഴുവൻ സീയും എന്റെ കൈവശമുണ്ട്. അതെ അതെ, നീ അങ്ങനെ പോന്നേ. ഇനി നിന്റെ ഊഴമാണ്. വീണ്ടും ഒരു തവണ സ്കൂളിനെ അപകടത്തിൽ നിന്ന് രക്ഷിച്ചിരിക്കുകയാണ്. താങ്ക് യു രുദ്ര. Watch India's largest kids library only on Jio Hotstar. Download the app now.